അമ്മയിലെ പോര് ഇനി വ്യക്തിപരമല്ല. ആരോപണങ്ങളും പരാതികളും കടന്ന് മലയാള സിനിമയിലെ ഏറ്റവും വലിയ സംഘടനയുടെ വിശ്വാസ്യത തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഒരു വാട്സാപ്പ് മെസ്സേജിൽ തുടങ്ങിയ തർക്കം ഇന്ന് അമ്മയെ രണ്ടായി പിളർക്കുന്ന തുറന്ന യുദ്ധമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അൻസിബ ഹസനും ലക്ഷ്മി പ്രിയയും തമ്മിലുള്ള തർക്കം ഇപ്പോൾ താരസംഘടനയായ അമ്മയിൽ വലിയ വിവാദങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സംഭവങ്ങളുടെ തുടക്കം അൻസിബയുടെ ആരോപണങ്ങളോടെയായിരുന്നു. സംഘടനയ്ക്കുള്ളിൽ തനിക്കെതിരെ ഗൂഢാലോചന നടന്നുവെന്നും നടൻ ടിനി ടോം ഉൾപ്പെടെ ചിലർ തന്നെ ലക്ഷ്യമിട്ടുവെന്നും അൻസിബ ആരോപിച്ചു. ഇതാണ് താൻ ജോയിന്റ് സെക്രട്ടറി സ്ഥാനം രാജിവെക്കാൻ കാരണമായതെന്നും അവർ പറയുന്നു. ഇതിനു പിന്നാലെ ലക്ഷ്മി പ്രിയ രംഗത്തെത്തി. അൻസിബയ്ക്കെതിരെ പോലീസിൽ പരാതി നൽകിയ വനിതാ എക്സിക്യൂട്ടീവ് അംഗം താനാണെന്ന് അവർ വെളിപ്പെടുത്തി. അൻസിബ ഹസനെതിരെ വ്യാജ കേസ് തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു എന്ന് പറയപ്പെടുന്ന ആ വനിതാ എക്സിക്യൂട്ടീവ് അംഗം വേറെ ആരുമല്ല, അത് അമ്മയുടെ വൈസ് പ്രസിഡന്റ് കൂടിയായ ലക്ഷ്മിപ്രിയ എന്ന ഞാനാണ്. അൻസിബ അയച്ച ഒരു സന്ദേശം തൻ്റെ കുടുംബജീവിതത്തെ ബാധിക്കുമെന്ന ആശങ്കയിലായിരുന്നു പരാതി നൽകിയതെന്നും ലക്ഷ്മി പ്രിയ പറഞ്ഞു. കൂടാതെ ഈ വിഷയത്തെ മതപരമായി വിവാദങ്ങളുമായി ബന്ധിപ്പിക്കുന്നത് തെറ്റാണെന്നും അവർ വ്യക്തമാക്കി. അൻസിബ പിന്നീട് ലക്ഷ്മി പ്രിയയ്ക്കും ചില പോലീസ് ഉദ്യോഗസ്ഥർക്കുമെതിരെ മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകി. തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി അപമാനിച്ചുവെന്നും നിയമവിരുദ്ധമായി തടഞ്ഞുവെച്ചുവെന്നും അവർ ആരോപിച്ചു. വിവാദം ശക്തമായതോടെ അമ്മ നേതൃത്വം അൻസിബ, ലക്ഷ്മിപ്രിയ, ടിനി ടോം എന്നിവരുൾപ്പെടെ 4 അംഗങ്ങൾക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. വിഷയം പരിശോധിക്കാൻ സ്വതന്ത്ര സമിതി വേണമെന്നാണ് അൻസിബയുടെ ആവശ്യം. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇത് ഒരു വ്യക്തിപരമായ തർക്കമായി തുടങ്ങിയെങ്കിലും ഇപ്പോൾ അമ്മയിലെ അധികാരപ്പോര്, ആഭ്യന്തര ഭിന്നത, പരാതികൾ, പോലീസ് ഇടപെടൽ എന്നിവയുമായി ബന്ധപ്പെട്ട വലിയ വിവാദമായി മാറിയിരിക്കുകയാണ്.